Hey guys, welcome to today's episode. ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് ഒരു 7 to 8 months ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് മൂത്ത മോളുടെ പഠിത്തം എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ടെമ്പററി ആയിട്ട് നാട്ടിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പിള്ളേർക്ക് ആവശ്യമില്ലാത്ത സ്ട്രെസ് കൊടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർ തിരിച്ച് സ്വീഡനിൽ തന്നെ വന്നിട്ടാണ് അവരവരുടെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം മെയിനായിട്ടുള്ള സബ്ജക്ട്സ് ലൈക്ക് മാത്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, പിന്നെ അങ്ങനെയുള്ള സബ്ജക്ട്സിനൊക്കെ നമ്മൾ കോച്ചിങ് കൊടുക്കുക. ഒത്തിരി അവരെ പഠിത്തത്തിൽ ഒത്തിരി നാട്ടിലത്തെ അക്കാഡമിക് ഇയർ പോലെ അവർ ഒത്തിരി സ്ട്രെസ് ചെയ്യേണ്ട കാര്യമല്ല. എക്സാക്ട്ലി. മാത്രമല്ല നമ്മൾ നാട്ടിലത്തെ സ്കൂളിൽ വിടുമ്പോൾ ഹിന്ദിയൊക്കെ പഠിക്കേണ്ടി വരും. അത് ഞങ്ങൾക്കൊരു കൺസേൺ ആയിരുന്നു. ഓക്കെ, ഇവിടെ ഇടയ്ക്ക് ബേബിയെ കൂടെ മാനേജ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഇടയ്ക്ക് അങ്ങോട്ടും നോക്കുന്നത്. ഓക്കെ, നമുക്ക് നാട്ടിൽ പോകുന്ന സമയത്ത് നാട്ടിലത്തെ സ്കൂളിലെ ഇനി വിട്ട് കഴിഞ്ഞാൽ ഹിന്ദി പഠിക്കേണ്ടി വരുമോ എന്നുള്ളത് ഞങ്ങൾക്കൊരു ചോദ്യചിഹ്നമായിരുന്നു. സോ ഞങ്ങൾ ഹോം സ്കൂളിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തത്. അപ്പം സാറും ടീച്ചറും ഒക്കെ വീട്ടിൽ വന്ന് മാത്സും ഇംഗ്ലീഷും അതേപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ പിയാനോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അവർക്ക് ഒരു എന്താ പറയുക നമുക്ക് ക്ലാസ്സായിട്ട് തന്നെ കൊടുത്തു. ആൻഡ് ഇറ്റ് വെൻറ്റ് വെൽ ടു ബി ഓണസ്റ്റ്. ആൻഡ് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ പഠിപ്പിക്കുന്ന എല്ലാ പോർഷൻസും നമ്മൾ ടോപ്പിക്സും ഞങ്ങൾ നോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് സ്വീഡിഷ് സ്കൂളിൽ നിന്ന് അവർ ചോദിക്കുക എന്താ പഠിച്ചത്, എന്ത് കറിക്കുലമാണ് ഫോളോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇപ്പം നാട്ടിലായിരുന്നെങ്കിൽ കൂടിയും സ്വീഡിഷ് സ്കൂളുമായിട്ട് അല്ലെങ്കിൽ ഗോത്തൻബർഗ് സ്റ്റാഡുമായിട്ട് നമ്മൾ നിരന്തരം കമ്മ്യൂണിക്കേഷനിലായിരുന്നു. നാട്ടിലത്തെ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് മുതൽ ഫീസ് പേ ചെയ്ത മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അവരുമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ ദേ വെർ ഓൾസോ ഹാപ്പി. പിന്നെ അവൾക്ക് സ്വീഡിഷ് ലാംഗ്വേജ് അവർ ഒറ്റ കാര്യം ഡിമാൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീഡിഷ് ലാംഗ്വേജ് മറക്കാൻ പാടില്ല. അപ്പോൾ സ്വീഡിഷ് ലാംഗ്വേജിന് നമുക്കിപ്പം വെളിയിൽ നിന്ന് കോച്ചിങ് കൊടുക്കാൻ പറ്റുന്നൊരു ലാംഗ്വേജ് അല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും 30 minutes to 1 hour അവർക്ക് സ്വീഡിഷ് കാർട്ടൂൺ അല്ലെങ്കിൽ സ്വീഡിഷ് മൂവീസ് കാണത്തക്ക രീതിയിൽ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പിന്നെ അവളുടെ സ്കൂളിലെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് അവളുടെ ഫ്രണ്ട് സർക്കിളിനെ വിളിച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ എന്നൊക്കെ അവർ ഫ്രീ ആണോ അപ്പോഴൊക്കെ ഇവള് ആ പിള്ളേരെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ നാച്ചുറലി അവർക്ക് അറിയാവുന്ന സ്വീഡിഷ് വരും. എനിക്കൊന്നു സ്വീഡനിൽ ജനിച്ച് വളർന്നു വരുന്ന കുട്ടികൾക്ക് അതൊരു വിഷയമല്ല. ഇപ്പം എയ്മിയുടെ കേസ് അങ്ങനെയല്ല. കാരണം ടീച്ചേഴ്സ് അത് ഇൻസിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് 6 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇവള് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പം അവള് സ്വീഡിഷിൽ ഇപ്പോഴും അത്ര പെർഫെക്റ്റ് അല്ല. അപ്പം അവർ പറയുന്ന അവർ പഠിപ്പിച്ച് മേക്ക് ചെയ്ത ആ പ്രോസസ്സ്, ആ പ്രോഗ്രസ് ഇവളിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇത് സജസ്റ്റ് ചെയ്തത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓൾറെഡി സ്വീഡിഷിൽ നല്ല എക്സ്പേർട്ട് ആണെങ്കിൽ ഇതൊരു വലിയ ഇഷ്യൂ അല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ മറക്കാം. ലൈക്ക് 6 months മേളിലൊക്കെ നമ്മൾ മാറി നിൽക്കുമ്പോൾ ഒരു പക്ഷേ മറക്കാം. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ലൈക്ക് അത് റിഫ്രഷ് ചെയ്തോണ്ടിരിക്കുന്നത്. സോ ഇത്രയൊക്കെ ആയിരുന്നു നിബന്ധനകൾ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഗോത്തൻബർഗ് സ്റ്റാഡുമായിട്ട് നിരന്തരം ഇൻ കോൺടാക്റ്റ് ആയിരുന്നു. സോ ദാറ്റ് ബിക്കോസ് അവർ പറയുന്നത് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈസ് എവറി കിഡ്സ് റൈറ്റ് ആണ്. അപ്പം അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആസ് പേരൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഇവരുടെ ബാധ്യതയും കൂടെയാണ്. അപ്പം വിച്ച് ഇസ് വൈ ദേ ആർ വെരി സ്ട്രിക്റ്റ് ഓൺ ദാറ്റ്. അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഓക്കെ. നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് കുട്ടി 4th grade നമ്മൾ നാട്ടിൽ പോകുന്നത് മെയ് സമയത്താണ്. സോ ഇവിടെ പ്രൊമോഷൻ നടക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിലാണ്. നമ്മൾ തിരിച്ച് നാട്ടിൽ നിന്ന് വരുന്നത് ഡിസംബറിലാണ്. സോ എന്താ പറ്റുക, ഇതിന് ഇടയ്ക്ക് ഓൾറെഡി കുട്ടികൾ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലോട്ട് പ്രൊമോഷനായി പോയിട്ടുണ്ട്. സോ ഞങ്ങൾക്ക് അതൊരു കൺസേൺ ആയിരുന്നു. ഇവള് 4th grade തന്നെ ഇരിക്കുമോ അല്ലെങ്കിൽ 5th ഇവർ പ്രൊമോട്ട് ചെയ്യുമോ എന്നുള്ളത്. സോ നമ്മൾ തിരിച്ച് വന്ന സമയത്ത് ഗോത്തൻബർഗ് സ്റ്റാഡുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നമ്മൾ അവരെ നോട്ടിഫൈ ചെയ്തു ദാറ്റ് നമ്മൾ തിരിച്ചെത്തിയെന്ന്. അപ്പം അവർ ഓൾമോസ്റ്റ് 1 to 2 weeks ടൈം എടുത്തു ഡിസൈഡ് ചെയ്യാനായിട്ടല്ലേ. അവർ തങ്ങളിൽ ഡിസൈഡ് ചെയ്യാനായിട്ട് ഒരു 2 weeks എടുത്തു. അപ്പൊ ഏമിക്കുട്ടിയെ അവര് 5th grade പ്രൊമോട്ട് ചെയ്യാണ്, കൺസിഡറിങ് ഹെർ ഫ്രണ്ട് സർക്കിൾ ആൻഡ് ദാറ്റ് ഷീ ഈസ് ഡൺ ഹെർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. സോ അതിനുശേഷം പുള്ളിക്കാരി നോർമൽ റുട്ടീൻ ക്ലാസ്സസ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്രയാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ഇടുക. ആൻഡ് ദെൻ നമ്മൾ അതിനെ വെച്ചിട്ട് വീഡിയോ ചെയ്യേണ്ടതാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വിൽ റിപ്ലൈ ഇൻ ദ കമൻസ്. ഓക്കെ, താങ്ക് യു ഗൈസ്, ടേക്ക് കെയർ. ഇനി പ്രശ്നമാണ്. ബൈ ബൈ. ബൈ.